ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമുക്ക് ഓട്സ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമ്മൾ ഓട്സ് ഒന്ന് ചൂടാക്കി അത് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മുട്ട, പിന്നെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളി, തക്കാളി, പച്ചമുളക്, സ്പ്രിംഗ് അണിയൻ, പിന്നെ ക്യാരറ്റ്, കുറച്ച് ജിഞ്ചർ, പിന്നെ കോൺ, ഇത്രയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിക്കാം. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് നമുക്കതിലേക്ക് ഒഴിച്ച് ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഒന്ന് മറച്ചിട്ട് ഒന്നുകൂടെ വേവിക്കാം. നമുക്ക് ആൽമണ്ട് മിൽക്കിനോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിനോ പകരം സാധാരണ പശുവിൻ പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പശുവിൻ പാൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതാ ഓട്സ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.